നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ നിൽക്കുന്ന മണ്ണ് ഏതാന്ന് ഒന്ന് ഉറപ്പടായാന. ഇവിടുത്തെ പട്ടിണി പാവങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കുന്നവർക്കെതിരെ സുന്ദരി ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കത് താഴ്ത്തി വെക്കാനുള്ളതല്ല. അന്ത്യം കണ്ടിട്ട് സുന്ദരി മടങ്ങും. അല്പ ആയാസമുള്ള അതിമോഹ സുന്ദരിയുടെ മനസ്സിലുള്ളതെന്ന് ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്. തിരികെ കളക്ടർ കസേരയിലേക്ക് വരാനാകുമെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ? അത് വെറും ഒരു വിചാരവും അതിമോഹവും അല്ല ഡയാന. എന്റെ അവകാശമാണത്, അർഹതയാണത്. നന്മയ്ക്കും നേരിന് നിരക്കാത്തതൊന്നും ജീവിതത്തിൽ ഇന്നോളം ഞാൻ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യുകയില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ അത് വന്ന വഴി എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാൻ ഡയാന. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കാനുള്ള വഴിയും എനിക്കറിയാം. ഉദ്ദേശം മനസ്സിലായി. ഉത്തമനെയാ ഉന്നം വെക്കുന്നതല്ലേ? ജയിച്ചവർക്ക് ആ പേര് മറക്കാൻ പറ്റില്ലല്ലോ. ഒളിവും മറയുമില്ലാതെ മുഖത്ത് നോക്കിയെന്ന് പറയാ ഞാൻ. ഉത്തമനെ കുടുക്കിയിരിക്കും. നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ. എന്നെ കുടുക്കിയ സംഭവം അത് മാത്രമല്ല, ക്രിസ്റ്റിയുടെയും ഡയാനയുടെയും സർവ്വ കള്ളങ്ങളും ഉത്തമനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അറിയാം. അതറിഞ്ഞിട്ട് തന്നെയാ സുന്ദരി ഈ കൂടിക്കാഴ്ചക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടെ. വിജിലൻസിനെ ഈടിയൊക്കെ കൊണ്ടുവന്ന് ഉത്തമനെ കുടിക്കേ. അതിലൂടെ ഞങ്ങളെ അങ്ങ് കുപ്പിയിലാക്കാന്ന ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. വലിയ നഷ്ടം സഹിക്കേണ്ടി വരും സുന്ദരിക്ക്. വലിയ നഷ്ടമോ? എന്താ ഡയാന ഉദ്ദേശിച്ചത്? വിട്ടേക്ക് സുന്ദരി. വാക്കുകൾ കൊണ്ടുപോലും നമുക്കിടയിൽ ഒരു വെല്ലുവിളി വേണ്ട. ആ ഉത്തമൻ അയാളുടെ വഴിക്ക് വിട്ടേക്ക്. എന്നിട്ട് സർവീസിലേക്ക് തിരികെ കയറാൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ എന്താ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ കണക്കല്ല സുന്ദരി. കുടുംബം, കുട്ടി, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നതിനോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ട് സുന്ദരിക്ക്. വെറുതെ കരയേണ്ടി വരണോ സുന്ദരി? അതിന് തന്റെ ഇടം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഡയാന. നമുക്കൊന്ന് കാണാലോ. അപ്പോ പോരാട്ടത്തിന് ഉറച്ചു തന്നെ ഇറങ്ങിയിരിക്കുന്നതല്ലേ? നോ ഡൗട്ട്, അത് തന്നെയാ തീരുമാനം. തങ്കശ്ശേരി ക്രിസ്റ്റി ഈ കൊല്ലത്തിന്റെ മണ്ണിൽ ഒന്നുമല്ലാന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ സുന്ദരി ഇവിടുന്ന് മടങ്ങി പോകും. എങ്കിൽ ഇനിയുള്ള കളി തങ്കശ്ശേരി ക്രിസ്റ്റിയും സുന്ദരിയും തമ്മിലല്ല, സുന്ദരിയും ഡയാനയും തമ്മില. അപ്പോ കാണാം. കാണാം. ഒരു ദുരന്തത്തിന് കാത്തിരുന്നു. പോട്ടെ. നിന്റെ പുതിയ നമ്പർ ഞാൻ സേവ് ചെയ്യാൻ മറന്നുപോയി. അതാ നേരത്തെ വിളിച്ചപ്പോ ഞാൻ എടുക്കാതിരുന്നത്. എന്തിനാ കാർത്തി നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇന്ന് തന്നെ സേവ് ചെയ്തിടാം പോരെ? മഴമോള് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടല്ലോ, എന്തുപറ്റി? ഓ, അപ്പൊ വിവരങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അതിപ്പോ ഞാൻ എങ്ങനെ പറയാനാടാ? ഞാൻ വിനീതിനും മാന്യക്കൊപ്പം ഇപ്പുറത്തെ വീട്ടിലല്ലേ താമസിക്കുന്നേ. മഴമോളുടെ വീട്ടിലെ കാര്യമൊന്നും എനിക്കറിയില്ല. മഴമോളുടെ അമ്മമ്മയാണെന്ന് തോന്നുന്നു. രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് മോളെ കൊണ്ട് ഇറങ്ങി പോകുന്നത് കണ്ടായിരുന്നു. അപ്പൊ മോള് സ്കൂളിൽ വരുമെന്ന് ഉറപ്പാ. അത് ശരി. അപ്പൊ മഴ അയലത്തെ വീട്ടിലെ കുട്ടിയാണെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അതെന്തായാലും നന്നായി. അതെ, ഇവിടെ മാന്യം വിനീതും ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഒളിച്ചും പാത്തും സംസാരിക്കുന്നത് കണ്ട അവർക്ക് സംശയം തോന്നും. ആ, ഞാൻ പിന്നെ വിളിക്കാം. വിനീത് ഇന്ന് കോയമ്പത്തൂരിന് പോവാ. അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി, വെക്കട്ടെ. വിനീതേട്ടാ, ഞാനൊരു കാര്യം കേട്ടു. എന്ത് കാര്യം? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞത് കേക്ക്.
എനിക്ക് പോകാൻ ഇപ്പൊ തന്നെ സമയം വൈകി. നീ കാര്യം പറ. അതെ, അമ്മുമ്മ അവിടെ ഒളിച്ചു ചെന്ന് കാർത്തിക്കിന് ഫോൺ ചെയ്യുക. പറയുന്നത് എന്താണെന്നറിയോ? മഴയുടെ കാര്യമാ. മഴയുടെ കാര്യം? മഴമോളുടെ എന്ത് കാര്യമാണ് പറയാനുള്ളത്? സംസാരം കേട്ടിട്ട് മോള് സ്കൂളിൽ ചെല്ലുവോ, ആര് കൊണ്ടു ചെല്ലും എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ കാർത്തിക വിളിച്ചേക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ അപ്പ അമ്മുമ്മ വിളിച്ചു പറയുന്നുണ്ട്. അതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു രഹസ്യം കേൾക്കണോ? എന്താ? നമ്മുടെ മഴ അമ്മുമ്മയുടെ ആരാന്ന കാർത്തികിനോട് പറഞ്ഞിരുന്നെന്ന് അറിയോ? ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? അമ്മുമ്മയുടെ വീട്ടിലെ അയൽപ്പക്കത്തെ വീട്ടിലെ കുട്ടിയാണ് മഴയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യത്തിൽ സമാധാനായി. മഴ ആരാണെന്ന് അമ്മുമ്മ കാർത്തികിനോട് പറഞ്ഞിട്ടില്ല. കാർത്തിക്കിനോട് അമ്മൂമ്മ പറഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷെ മഴ ആരാണെന്ന് കാർത്തിക്കിന് അറിയാമെങ്കിലോ? അമ്മൂമ്മയും നീയൊക്കെ കാർത്തിക്കിന്റെ രക്തബന്ധമായിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളാരും അവനെ മനസ്സിലാക്കിയിരിക്കാൻ ഒരു വഴിയുമില്ല. എനിക്കറിയാം കാർത്തിക്കിനെ. കള്ളന് കഞ്ഞി മാത്രമല്ല, കഞ്ഞിയും കറിയും വെച്ച് വിളമ്പിയവനാ കാർത്തിക്. ദിവിതേട്ടൻ എന്താ ഉദ്ദേശിച്ചേ? ഒരുപക്ഷെ മഴ സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ട് നാടകം കളിച്ചവൻ സർവ്വജനങ്ങളെയും വിഡ്ഢികളാക്കുകയാണെങ്കിലോ? ഒരുപക്ഷെ ലക്ഷ്മി അമ്മമ്മയെ പോലും അവൻ ചതിക്കായിരിക്കും. പെറ്റ തള്ളയെ പോലും ചതിക്കാൻ മടി കാണിക്കാത്തവനവൻ. അവനെ സൂക്ഷിക്കണം മാലിനി, സൂക്ഷിച്ചാൽ മതിയാവും. പെറ്റമ്മയെ പോലും ചതിക്കാൻ മടിക്കാത്തവൻ. ഇതിലും വലിയൊരു വിശേഷണം കൂട്ടുകാരനെ കുറിച്ച് വേറെ പറയാനില്ല, അല്ലേ ചേട്ടായി? എന്തുപറ്റി മാലിനി ഇപ്പൊ കാർത്തികിനെ കുറിച്ച് സംസാരിക്കാൻ? അത് പിന്നെ ഏയ് ഒന്നുമില്ല പെങ്ങളെ, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു വന്നപ്പോ. അല്ല, സുന്ദരിയുടെ മുഖത്തെന്താ ഒരു അല്ലായ്മ? ചേട്ടായി പറഞ്ഞ അതേ മറുപടി തന്നെ ഞാനും പറയും, ഒന്നുമില്ലാന്ന്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ദിവിതേട്ടൻ ഒന്നുമില്ലാന്ന് പറഞ്ഞത് കള്ളമാണെന്നല്ലേ? അല്ലേ സുന്ദരി ചേച്ചി? അതിനങ്ങനെ ഒരു അർത്ഥമില്ല മാലിനി. ചില കാര്യങ്ങൾ എല്ലാവരോടും വിശദീകരിക്കാനാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിയും, അത്രേ ഉള്ളൂ. ആ അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ശരത് സാറിനെ ഒന്ന് കാണണം. ചില തീരുമാനങ്ങൾ എടുക്കണം. ഒഫീഷ്യൽ ഓർ പേഴ്സണൽ? തീർത്തും ഒഫീഷ്യൽ. പേഴ്സണലായി ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒഫീഷ്യൽ കാര്യങ്ങൾ. എന്റെ അമ്മോ, ഇത്തരം വിശദീകരണത്തെക്കാൾ ഒന്നുമില്ല പറഞ്ഞങ്ങ് ഒഴിയുന്നതാ നല്ലത്. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ? ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം? ഏയ് വേണ്ട, ഞാനൊരു ഓട്ടോ എടുത്ത് പൊക്കോളാം. ചേട്ടായി എന്നത്തേക്കാ തിരിച്ചു വരുന്നേ? അധികം വൈകില്ല, 1-2 ദിവസം. കോയമ്പത്തൂരിലേക്കല്ലേ പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ മീറ്റിംഗ് ഒക്കെ സമയമെടുക്കും, അത് കഴിഞ്ഞ് തിരിക്കും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഭാഗ്യം, ഒന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടില്ല എന്ന് തോന്നുന്നല്ല, കേട്ടില്ല. എന്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ സുന്ദരി മുഖത്തോക്കി തന്നെ ചോദിച്ചേനെ. ദിവിതേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്കൊരു പേടി തോന്നുവാ. ഇതൊക്കെ കാർത്തിക്കിന്റെ കള്ളക്കളി ആയിരിക്കുമോ? ആകാം, ആകാതെ ഇരിക്കാം. എന്തായാലും നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലത്. നീ വന്നേ, ഞാൻ ഇറങ്ങാം.